ദൈവതിരുനാമത്തിന് സ്തുതി. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 21, 22 വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല, 70 വട്ടം എന്ന് പറഞ്ഞു. ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ഷമയിലും സ്നേഹത്തിലും ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ഈ വേദഭാഗത്തിലൂടെ പറയുന്നത്. 7 തവണ ക്ഷമിച്ചാൽ മതിയെന്ന് വിശ്വസിക്കുന്ന പത്രോസിനോട് ക്ഷമ പരിധിയില്ലാത്തതായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യേശു തൻ്റെ ധാരണ ബോധിപ്പിച്ചു. ക്ഷമ എത്ര പ്രാവശ്യം പറയുക എന്നതല്ല, കർത്താവിൻ്റെ അനന്തമായ കൃപയെ പ്രതിഫലിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിലൂടെയുള്ള ക്ഷമ, ക്ഷമയുള്ള ഹൃദയം ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ വേരൂന്നിയതാണ്. യേശു എത്ര തവണ നമ്മോട് ക്ഷമിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നാമും അങ്ങനെ ചെയ്യാൻ നമ്മെ അവൻ വിളിക്കുന്നു. ക്ഷമ മറ്റുള്ളവരെ മോചിപ്പിക്കുകയും നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. ക്ഷമയിലൂടെ നാം സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലൂടെ പ്രാവർത്തികമാകാൻ ഇടയാകണം. സത്യവിശ്വാസികൾക്ക് മാത്രമേ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ക്ഷമിക്കാൻ കഴിയുന്നവന് ലഭിക്കുന്ന സമ്മാനമാണ് സഹനം. ക്ഷമയിലൂടെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അനുരഞ്ജനത്തിലുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം കാണിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഭവനങ്ങളിലും സമൂഹത്തിലും നമ്മുടെ കൂട്ടുകാർക്കിടയിലും പരസ്പരം ക്ഷമിക്കുന്നത്. ക്ഷമയിലൂടെ നാം കൂടുതൽ ശക്തവും അർത്ഥവത്തായതുമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ്, ക്ഷമിക്കുന്നത് ദൈവികവുമാണ് എന്ന് നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ക്ഷമ പുതുക്കപ്പെട്ട ഹൃദയം ഉണ്ടാക്കുന്നു. ക്ഷമയുടെ യഥാർത്ഥ ശക്തി അത് നമ്മുടെ ഹൃദയങ്ങളെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നതിലാണ്. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അനന്തമായി നമ്മോട് ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയവുമായി യോജിക്കുന്നു. കയ്പും കോപവും ഉപേക്ഷിച്ച് ദൈവസമാധാനം അനുഭവിക്കുകയും ദൈവിക സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ക്ഷമ എന്നത് ദയയുടെ പ്രവൃത്തി മാത്രമല്ല, ദൈവ സ്വഭാവത്തിൻ്റെ പ്രതിഫലനവും കൂടിയാണ്. കർത്താവിൻ്റെ കരുണയുടെ പാത്രങ്ങളാകാം. ചുറ്റുമുള്ളവരോട് സ്നേഹം പങ്കിടാം. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് മൺകട്ടയുടെയും കരിയിലയുടെയും. 2 പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. കാറ്റ് വരുമ്പോൾ മൺകട്ട കരിയില പറന്നു പോകുവാതെ മുകളിൽ കയറിയിരിക്കുന്നു. മഴ വരുമ്പോഴോ കരിയില മൺകുട്ടയുടെ മുകളിൽ കുടയായി മാറും. അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ച് സഹായിച്ചു അവരുടെ സ്നേഹബന്ധം മരണം വരെയും കാത്തു സൂക്ഷിച്ചു എന്നാണ് കഥ. ഈ നോമ്പുകാലം ക്ഷമിച്ചും സ്നേഹിച്ചും സഹകരിച്ചും ദൈവകൃപയിലും മറ്റുള്ളവരെ സഹായിച്ചും മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.